ശ്രീ പ്രഭാത് ഇവിടെ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലൊക്കെ പോസിബിൾ അല്ലേ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ പോസിബിൾ ആണ്. ചെറിയ മുതൽ മുടക്കിൽ വരുന്ന കമ്പനികൾ വളരെ വലിയ രീതിയിലുള്ള ഡീലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ സുതാര്യവുമാണ്. കാരണം അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരെ പറ്റി, കമ്പനികളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ആ രീതിയിലുള്ള നിലയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ശ്രീമതി വീണ വിജയന്റെ കമ്പനി കൈവരിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ പറഞ്ഞതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ സ്വാധീനം കൊണ്ട് ഒരുപക്ഷെ കിട്ടാവുന്ന രീതിയിലുള്ള ചില കരാറുകൾ എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളെ മറികടന്നുകൊണ്ട് ചെറിയ മൂലധനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഈ പലപ്പോഴും കമ്പനിക്കാരുമായിട്ട് മുതലാളിമാരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അത് BJP നേതാക്കളാണെങ്കിൽ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് കാണാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. അത് എന്റെ ആരോപണമല്ല, നേരെ മറിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം ശരിയാണ്, ഇതിനെപ്പറ്റി വിശദീകരണം നൽകേണ്ടത് നമ്മൾ ആരുമല്ല, പാർട്ടിയല്ല, ആ കമ്പനി തന്നെയാണ് എന്ന്. ഞാൻ താങ്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഇത് വിശദീകരണം നൽകിയിരിക്കുന്നത് ആദ്യമേ തന്നെ പാർട്ടിയാണ്. നാളെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ആ കമ്പനിക്ക് ഇത് വിശദീകരിക്കാനുള്ള ഒരു ചുമതലാബോധം ഉണ്ടാകണമെന്ന് പറഞ്ഞത് ആ കമ്പനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കമ്പനി തന്നെ ഡോർമെന്റ് ആണിപ്പോ. ഇത്രയും കാലമായിട്ട് അവരിത് വിശദീകരിച്ചില്ല. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൃത്യമായ രീതിയിൽ ഒരു കാര്യം നടത്തുന്ന സമയത്ത് ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്നു, ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ നടത്തുന്ന സംവിധാനം, ആ കമ്പനി എല്ലാം ഫ്രോഡാണ്, അതിൽ കുറേയധികം ഉടായ്പ പരിപാടികളുമായിട്ടാണ് ഇവരെല്ലാം കൂടെ പോകുന്നത്, ഇവരൊരു സേവനവും കൊടുക്കാതെയാണ് പ്രതിഫലം കൈവാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും ശ്രീ പ്രഭാത്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, എന്നെ കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ അവരുടെ അഭിപ്രായം മാറും എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ ഞാൻ കോടതിയിൽ ചലഞ്ച് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന എന്റെ കമ്പനിക്ക് അപകീർത്തികരമായിട്ടുള്ള, വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളെ ഈ ഓർഡറിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുമായിരുന്നു. അപ്പൊ ഈ വിശദീകരണം ഈ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, അവർ കോടതിയിലും പോയിട്ടില്ല. അവർ കോടതിയിലും പോകാതിരിക്കുന്ന സമയത്ത് മറ്റൊരു സംവിധാനം ഇത് അന്വേഷിക്കുന്നു. ആ സംവിധാനവും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? അപ്പൊ ഈ പാർട്ടി വിശദീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വിശദീകരിക്കുന്ന മുഴുവൻ പാർട്ടി, ഇവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവരും ഉണ്ടെന്നില്ല. അവർക്ക് ഈ കാര്യത്തിൽ ശ്രീ പ്രഭാതിനുള്ള ആശങ്ക പോലുമില്ല. എന്നാലും നോക്കിയേ, ശ്രീ പ്രഭാതിന് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് അദ്ദേഹത്തിനാവുന്ന നിലയ്ക്ക് ശ്രമിക്കുമ്പോൾ അതിനുള്ള ഒരു താല്പര്യം പോലും ആ കമ്പനി നടത്തുന്ന ആൾക്കാർക്കോ ആ കമ്പനിക്കോ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഒരു പ്രോഡക്റ്റ് കമ്പനിയാണ് എന്നാണ് ശ്രീ പ്രഭാത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ സർവീസസ്? നമ്മുടെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ ഒക്കെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഇവിടെ, അതിലവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന രീതിയിൽ അവരുടെ ഏതെങ്കിലും സംവിധാനവുമായി ബന്ധപ്പെട്ട CMRL അവരൊരു സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരുന്നത് എങ്കിൽ അത് എന്ത് സോഫ്റ്റ്വെയർ ആണ്? ആ സോഫ്റ്റ്വെയർ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ ഒരു ടെസ്റ്റിമോണിയൽ കണ്ടതിന് ശേഷം അവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണോ CMRL ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്? അതിനുള്ള ഒരു കോൺട്രാക്ടിങ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം ഇവിടെ നടന്നിട്ടുണ്ടോ? എന്താണ് അവരുടെ കേപ്പബിലിറ്റി? ആ കേപ്പബിലിറ്റി പോലും ഇവിടെ ഇല്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതിനെ ലളിതമായിട്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന യുക്തിക്കനുസരിച്ച് അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ കാര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തങ്ങൾക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ട് അതിനെ എക്സ്പെൻഡ് ചെയ്യാൻ പോലും കോടതിയിലേക്ക് പോകാതിരിക്കുന്ന ഒരു കമ്പനിയാണ് ശ്രീ പ്രഭാത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതെങ്കിലും ഒന്ന് ഓർത്ത് നോക്കുക, മിനിമം.